ജീവിതം ഭാഗവത പാരായണത്തിനായി മാറ്റിവെച്ച ഭക്തന് കൈത്താങ്ങായി സുമനസ്സുകൾ പ്രസാദം ചലഞ്ച് നടത്തിയത് മാതൃകയായി. ആമാശയം മാറ്റിവെച്ചതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ തൃക്കുന്നപ്പുഴ സ്വദേശി സുഭാഷിനെ സഹായിക്കാനായിട്ടാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രസാദം ചലഞ്ച് സംഘടിപ്പിച്ചത്. ജീവിതം ഭാഗവത പാരായണത്തിനായി മാറ്റിവെച്ച ഭക്തന് കൈത്താങ്ങാകാൻ ഭക്തിയുടെ പ്രസാദം ചലഞ്ചുമായി നന്മ മനസ്സുകൾ എത്തിയത് മാതൃകയായി. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയും അതേപോലെ ഇവിടുത്തെ പഞ്ചായത്തിലെ അംഗങ്ങളും ചേർന്ന് ഭാരവാഹികളും ചേർന്ന് നടത്തപ്പെടുന്ന ഈ ഉദ്യമം വഴിയായി സുഭാഷിൻ്റെ രോഗം സൗഖ്യപ്പെടുന്നതിനും അദ്ദേഹത്തിൻ്റെ കുടുംബം സംരക്ഷിക്കപ്പെടുന്നതിനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ലൈഫ് ഈസ് എ ചലഞ്ച്. ജീവിതം ഒരു വിളിയാണ്, ഒരു വെല്ലുവിളിയാണ്. അതിനെ സധൈര്യം നേരിടുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അങ്ങനെയുള്ള പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് അയ്യോ പാവം കഷ്ടമെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനുള്ളവരല്ല നമ്മൾ. മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും വലിയ ഈശ്വര ആരാധനയാണ്. ഗണപണിയിലും മണ്ണാറശാലയിലും ഒക്കെ അദ്ദേഹം ഈശ്വര ശുശ്രൂഷ നടത്തിയ ഒരു വ്യക്തിയാണ് സുഭാഷ്. ഭാഗവത പാരായണത്തിലൂടെ അനേകർക്ക് ഇമ്പമായ രീതിയിൽ ഈശ്വര സ്വരം എത്തിച്ചു കൊടുക്കുവാൻ, ഈശ്വരൻ്റെ വാക്കുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ആശ്വാസം പകരുവാൻ പരിശ്രമിച്ച അദ്ദേഹം ഇന്ന് രോഗിയായി കഴിയുമ്പോൾ ആ സഹോദരൻ്റെ രോഗം ശമിപ്പിക്കുന്നതിനും സൗഖ്യപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു ഉത്തരവാദിത്വമാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയും അതേപോലെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും നല്ലവരായ നാട്ടുകാരും ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഈ ഉദ്യമം. ആമാശയം മാറ്റിവെച്ചതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ തൃക്കുന്നപ്പുഴ കൊല്ലന്റെ കിഴക്കതിൽ സുഭാഷ് എന്ന 50-കാരനെ സഹായിക്കാനാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രസാദം ചലഞ്ച് സംഘടിപ്പിച്ചത്. ഭാര്യയ്ക്കും +1 വിദ്യാർത്ഥിയായ മകനും രോഗിയായ പിതാവിനുമൊപ്പം ദുരിത ജീവിതം നയിക്കുകയാണ് സുഭാഷ്. 40 വർഷമായി വിവിധ ക്ഷേത്രങ്ങളിൽ ഭാഗവത പാരായണം നടത്തിയാണ് സുഭാഷ് ഉപജീവനം കണ്ടെത്തിയിരുന്നത്. സുഭാഷ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാനമാർഗവും നിലച്ചു. ഇതോടെയാണ് ഈ കുടുംബത്തെ സഹായിക്കുവാൻ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രസാദം ചലഞ്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ഹരിപ്പാട് ഡാണാപ്പടി ശ്രീ ദുർഗാദേവി ക്ഷേത്രം, മണ്ണാർശാല ക്ഷേത്രം എന്നിവിടങ്ങളിലായി ചലഞ്ച് നടന്നു. ചലഞ്ച് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് നേതൃത്വം നൽകി. സുധിലാൽ തൃക്കുന്നപ്പുഴ, ശ്രീകല ഷാജി, ദീപു എസ്, അൻസാരി ജെ, അശോകൻ, റിയാസ് മോൻ, സുഭാഷ്, ജോസ് സാമുൽ, ജോമോൻ, ഹരികുമാർ, രാഗമാലിക തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഉണ്ണിയപ്പം ഇലയിൽ കൊടുത്തു. ജോഷ തിരുമേനിയാണ് ഉദ്ഘാടനം ചെയ്തത്. തിരുമേനി 10,000 രൂപ വന്നു. തമ്പിശാന്തി പ്രസാദം മേടിച്ചിട്ട് 5,000 രൂപ വന്നു. 1,80,620 രൂപ ലഭിച്ചു. ഒരു ദിവസം കൊണ്ട് ഇത്രയും രൂപ ലഭിക്കുക എന്നുള്ളത് റോഡിൽ നിന്ന് വേണമെങ്കിൽ വലിയ വലിയ അമ്പലങ്ങളും ദേവാലയങ്ങളും ഭണ്ഡാരം പൊളിക്കുമ്പം കോടികൾ കിട്ടും. പക്ഷേ ആ കോടികളുടെ വിലയാണ് ഇതിന്. പക്ഷേ ഈ കോടി, ഈ ലക്ഷങ്ങൾ നാളെ ഹോസ്പിറ്റലിൽ പോകുന്ന പൈസയാണ്. സുഭാഷിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൈസയും ഈ 1 ലക്ഷം രൂപയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നൽകിയ, ഇത് കേൾക്കുന്നവർക്കറിയാം. നിങ്ങൾ നൽകിയ 10,000 10,000 രൂപയ്ക്കുള്ള വില ജീവൻ്റെ വിലയാണ്. അത് സംഭരിക്കുവാൻ, അത് കണ്ടെത്തുവാൻ നടത്തിയ പ്രസാദ ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഈ പൈസ പ്രതീകാത്മകമായി പഞ്ചായത്ത് ഏൽപ്പിക്കുന്നു. തുടർന്ന് സുഭാഷിൻ്റെ അക്കൗണ്ടിലിടാൻ വേണ്ടി ജോമോൻ ചാനയിൽ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലാണ്. CDNet ന്യൂസ് ഹരിപ്പാട്.